Hello guys, Assalamualaikum. Welcome back to our channel Annus lab. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് വോണ്ടൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്, എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ റംദാനിനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് ഈ ബീഫ് വോണ്ടൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ബീഫൊക്കെ വേവിച്ച് താറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിക്കുമ്പോൾ ഒരു ലേശം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ഫ്രൈ പാന് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞങ്ങളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അന്നസ് ലാബ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അത് തൊട്ടിപ്പുറത്തെ ബെല്ലൈക്കണിലുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ളി ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഈ ഫ്രൈ ചെയ്ത ബീഫിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഉള്ളിയുടെ കൂടെ തന്നെ ചേർത്തിട്ട് ഒന്നിച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്തെടുത്താലും മതി കേട്ടോ. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർത്തെടുക്കാം. ഓൾറെഡി ഞാൻ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉള്ളി മസാല ഒക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഈ ബീഫിൻ്റെ ഒരു ടേസ്റ്റ് മസാലക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വോണ്ടൻ്റെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സമൂസൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഈ ഷീറ്റ് കുഞ്ഞു സ്ക്വയേഴ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്ക്വയർ ഷേപ്പിലായിട്ട് ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്ക്വയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ആദ്യം ഷീറ്റ് ഞങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഒന്നുകൂടെ ഒരു ട്രയാങ്കിളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നേരെ ഈ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്താൽ കറക്റ്റ് സ്ക്വയർ ഷേപ്പായി കിട്ടും. ഇതാ കണ്ടോ, സ്ക്വയർ ആയിട്ടുണ്ട്. ഞങ്ങൾക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സ്ക്വയറിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ ഞങ്ങൾക്ക് ബാക്കിയുള്ള ഷീറ്റ് വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഞങ്ങൾ ഫസ്റ്റ് കട്ട് ചെയ്ത ഒരു ഷീറ്റിൻ്റെ അതേ അളവായിരിക്കണം ബാക്കിയുള്ള സ്ക്വയേഴ്സ്. അപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ട് വരുന്ന ഈ ഒരു പീസ് ഞങ്ങൾക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഷീറ്റ് ഫുൾ സ്ക്വയേഴ്സിലായിട്ടാണ് വേണ്ടത്. ഞങ്ങൾക്ക് ബാക്കിയുള്ള ഷീറ്റൊക്കെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ക്വയേഴ്സ് ആക്കിയിട്ട് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു പീസസ് കളയേണ്ട ആവശ്യമില്ല. അടുത്ത വീഡിയോയിൽ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാവരും എന്തായാലും മറക്കാതെ തന്നെ കണ്ടു നോക്കണം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഞങ്ങൾക്ക് മൈദ വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മൈദയിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുത്തതാണ് തിക്കായിട്ട്. അപ്പോൾ ആ പേസ്റ്റ് നമുക്ക് 4 സൈഡിലും ഈ സ്ക്വയറിൻ്റെ 4 സൈഡിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 സൈഡിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് നടുവിലായിട്ട് ഞങ്ങൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല നിറച്ചെടുക്കാം. അതിന് ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിട്ട് ഞങ്ങൾക്കിതൊന്ന് ഫോൾഡ് ചെയ്യുക. ഈ എൻഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലെ ഈ എൻഡിലേക്ക് ഒന്ന് ചേർത്ത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2 എൻഡ്സ് ഒന്ന് മൈദ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നടുവിൽ നമ്മൾ വെക്കുന്ന മസാല കുറച്ച് മസാല മാത്രം നിറച്ചെടുക്കണം. അപ്പോൾ മസാല ഉള്ളിലത് കൂടുതലായിപ്പോയാൽ ഇതുപോലെ ഒന്ന് ഉന്തിയിട്ട് ഒട്ടിക്കുന്ന സമയത്ത് ഈ സമൂസൻ്റെ ഷീറ്റ് കീറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കിയ ഈ വോണ്ടൻ എന്ന് വെച്ചാൽ ഷീറ്റ് 2-3 പ്രാവശ്യം കീറിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മസാല കുറച്ചിട്ട് നടുവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഞങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ വോണ്ടൻസ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഷീറ്റിൻ്റെ 4 സൈഡിലായിട്ട് ഞാൻ മൈദ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നടുവിലായിട്ട് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നേരെ ഓപ്പോസിറ്റായിട്ട് ഞങ്ങൾക്ക് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഈ എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്തെടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഞാനിവിടെ 2 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ നടുഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളോട്ടേക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ 2 എൻഡ്സും മൈദ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു അടിപൊളി ഷേപ്പായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാത്രം ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ഹീറ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾക്ക് ഓരോ വോണ്ടനും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വോണ്ടൻ്റെ ബീഫ് ഫില്ലിംഗ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്മീൻ്റെതോ അല്ലെങ്കിൽ ഈ ചിക്കൻ്റെ ഒക്കെ ഫില്ലിങ് വെച്ചിട്ടും ഈ ഒരു വോണ്ടൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വോണ്ടൻ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വോണ്ടൻ ഇവിടെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.